നേതാവാകണമെങ്കിൽ സ്ഥാനമാനങ്ങൾ വേണമെന്ന അഖിൽ മാരാറിന്റെ ഓഡിയോ പുറത്തുവിട്ട് 2020. കോൺഗ്രസും ബിജെപിയും ദേശീയ പാർട്ടിയാണെന്നും 2020യിൽ നിൽക്കുമ്പോൾ ആ വാല്യൂ ഇല്ല എന്നും അഖിൽ ഓഡിയോയിൽ പറയുന്നു. രാഷ്ട്രീയ പാർട്ടിയുടെ കൂടെ നമ്മൾ തുടരണമെങ്കിൽ കൃത്യമായ അക്കോമഡേഷൻ ഉണ്ടാവണം. ഇത് ഞാൻ വളരെ ഓപ്പണായിട്ട് പറയുന്നതാണ്. അതായത് അല്ല, ശരിക്കും ചേട്ടന് ഇപ്പൊ എന്താണ് വേണ്ടത്? എനിക്ക് എന്റെ കോമ്പൻസേഷൻ കിട്ടണം. അത് സാമ്പത്തികമായിട്ടാണെങ്കിലും അക്കോമഡേഷൻ, കാരണം നമുക്ക് ജീവിക്കണം. ഞാൻ ആ രീതിയിൽ ജീവിച്ചു വന്ന ഒരാളാണ്. അപ്പൊ എന്റെ ഇവന്റെ ഒരു ഭാഗ്യം, അടുത്ത ജന്മത്തിലെങ്കിലും ഇവന്റെ രാശിയിൽ ജനിക്കണേ. ലൈഫ് കൊണ്ടിട്ട് ഞാൻ കോൺഗ്രസ് എന്ന് പറയുമ്പോൾ നാഷണലിസ്റ്റ് പാർട്ടിയാണ്, BJP എന്ന് പറഞ്ഞാൽ നാഷണലിസ്റ്റ് പാർട്ടിയാണ്. ഇന്ത്യയിൽ എവിടെ ചെന്നാലും അതിന്റെ റെസ്പെക്റ്റും അതിന്റെ ഒരു വാല്യൂ നമുക്കുണ്ടാവും. അതാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയം. അതൊക്കെ വലിയ കളികളാണല്ലോ. ഇതിൽ നമുക്കതില്ല. പിന്നെ അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ബോർഡോ സെൻട്രലിന്റെ ഏതെങ്കിലും ബോർഡോ കാര്യങ്ങളോ നമുക്ക് വേണ്ടി അത് ചോദിച്ചു വാങ്ങണം. അല്ല, അത് തരാം. അത് എങ്ങനെയാണ്? മൊത്തമായിട്ട് വേണോ, ചില്ലറയായിട്ട് വേണോ, എങ്ങനെയാണ് എന്റെ പരിപാടി? അതൊക്കെ അത് എന്റെ ഇഷ്ടം പോലെ. കാരണം നഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ. ഇത് എടുത്ത തീരുമാനം യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, ഈ തീരുമാനം എടുക്കാനുള്ള കാരണം കൊട്ടാരക്കര സീറ്റ് എന്നുള്ളത് മാത്രമായിരുന്നു. ബിജെപിയുടെ സെൻട്രൽ ബോർഡിൽ സ്ഥാനം വേണമെന്ന് അഖിൽ ഓഡിയോയിൽ ആവശ്യപ്പെടുന്നു. തൂക്കിയല്ലോ അഖിൽ മാരാർ 2020 വിട്ടതിന് ശേഷം ഇവർ തമ്മിലുള്ള വാക്പോര് ഈ സോഷ്യൽ മീഡിയയിൽ നടക്കുകയാണ്. എന്റെ നഖം തൊട്ട് മുടി വരെ തീ പിടിച്ചിരിക്കുക. ഒറ്റയ്ക്ക് ഞാൻ കത്തില്ലാട്ടോ. ഇവർ തമ്മിൽ സംസാരിച്ചിരുന്ന കാര്യങ്ങൾ, പരസ്പരം വാഗ്ദാനം ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെ ഈ സോഷ്യൽ മീഡിയയിൽ അതിന്റെയൊക്കെ ഓഡിയോകൾ ഇപ്പോൾ പുറത്ത് വിടുന്ന കാര്യങ്ങളാണ് നടക്കുന്നത്. അതിൽ എടുത്തു പറയേണ്ടത് കൊട്ടാരക്കര സീറ്റിന് വേണ്ടി മാത്രമാണ് താൻ 2020യിലേക്ക് വന്നത് എന്നുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് അഖിൽ മാരാർ പറയുന്നുണ്ട്. അതെന്നെ വർത്താനം പറഞ്ഞു. മറ്റൊരു പ്രധാനമായിട്ടുള്ള കാര്യം, ഏതെങ്കിലും ഒരു സ്ഥാനമാനങ്ങൾ വേണം, അല്ലെങ്കിൽ ഇതിൽ നിൽക്കുന്നത് ഒരു വലിയ നഷ്ടം മാത്രമാണ് എന്നുള്ളത് കൂടിയാണ് അഖിൽ മാരാർ പറയുന്നത്. ശരിക്കും കുടുങ്ങി എന്ന് പറഞ്ഞാൽ കത്രയെ പൂട്ട് കഴിച്ച പോലെ. അതിനുവേണ്ടി BJP ഭരിക്കുന്ന സെൻട്രലിൽ അതിനു വേണ്ടിയിട്ടുള്ള ഒരു സമ്മർദ്ദം ചെലുത്തണം, അല്ല ബോർഡിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു സമ്മർദ്ദം ചെലുത്തണം എന്നുള്ളത് കൂടിയാണ് പറയുന്നത്. പ്രഷറിന്റെ ഗുളിക 10 എണ്ണം വെച്ചാ ഞാനിപ്പോ കഴിക്കണത്. അതിന്റെ എണ്ണ ഇനി കൂട്ടരുത്. ഏകദേശം 2.5 മാസത്തോളമായി യാതൊരു വിധത്തിലുള്ള കോണ്ടാക്റ്റും സാബു M. ജോസഫുമായി നടത്തുന്നില്ല. ബ്രിഡ്ജ് കടക്കുവോളം നാരായണ, ബ്രിഡ്ജ് കടന്നു കഴിഞ്ഞാൽ കൂരായണ അല്ലടാ. പൊളിക്കൂടാ, എല്ലാം ഞാൻ പൊളിക്കും. വിത്തിൻ 24 hours 20 minutes. അല്ലെങ്കിൽ താൻ വിളിച്ചാൽ ഫോൺ പോലും എടുക്കുന്നില്ല എന്നുള്ള അഖിൽ മാരാർ പറയുകയും അഖിൽ മാരാർ അതിന്റെ സ്ക്രീൻഷോട്ടുകൾ പുറത്തുവിടുകയും ചെയ്തിരുന്നു. ഇതൊക്കെ ആക്രാന്തം കൊണ്ട് ചെയ്യുന്നതാണോ അതോ പണ്ടേ നിന്റെ കയ്യിലിരിപ്പിങ്ങനെയാണോ? അല്ല സാർ, നീ കൂടുതൽ വിശദീകരിച്ച് നാറാൻ നിൽക്കണ്ട. അഖില് പറയുന്ന കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം എന്നെ ശ്രദ്ധിക്കുന്ന പോലൊന്നും ഞാൻ അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നില്ല. എനിക്ക് സമയമില്ല. നിങ്ങൾ പറയുമ്പോഴാണ് എന്തെങ്കിലും പുള്ളി പറഞ്ഞെന്നൊക്കെ തന്നെ ഞാൻ അറിയുന്നത്. മാത്രമല്ല അതിനെന്തെങ്കിലും അഭിപ്രായം പറയാനും പറ്റൂല. അതിന് നിങ്ങൾ ആരും മറുപടി ഒന്നും പറയാൻ നിൽക്കേണ്ട. ഇപ്പൊ ഒരാഴ്ച കഴിയുമ്പോൾ അത് പിന്നെയും തിരുത്തി പറയും. ഞാൻ പറയുമ്പോൾ എന്തെങ്കിലും അന്തസ്സേട്ട പെരുമാറ്റം എന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുണ്ടോ? പിന്നെ കുറെ ലാത്തി അടിക്കും, അല്പം സ്വല്പം. തങ്കമണിക്ക് വേണ്ടി ഞാൻ എന്തെല്ലാം സ്വപ്നങ്ങൾ നെയ്തു. ഇന്ദിരാനഗറിൽ ഒരു ഫ്ലാറ്റ് വരെ വാങ്ങി. പക്ഷെ എന്ത് ചെയ്യാം, വിധി നമ്മളെ ഒന്നാകാൻ അനുവദിക്കുന്നില്ല.